സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വീണ്ടും ഫലസ്തീൻ വിഷയമാണ് ഇവിടെ വരുന്നത്. UN പൊതു അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിച്ചപ്പോൾ 100-ൽ-പരം രാജ്യങ്ങൾ സഭ വിട്ടിറങ്ങിപ്പോയി. ചില അംഗങ്ങൾ കൂകി വിളിച്ചു. അത് നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയാക്ക് സഹിക്കുന്നില്ല. മറുനാടൻ ഷാജൻ സ്കറിയായും നെതന്യാഹുവും മാത്രമാണ്, പിന്നെ നമ്മുടെ ട്രംപ് അച്ചായനും മാത്രമാണ് പരസ്യമായിട്ട് എപ്പോഴും ഇസ്രയേലിന് അനുകൂലമായ നിലപാടെടുക്കുന്നത്. എന്താണ് പിന്നെ നെതന്യാഹു പറയുന്നത്? ലോകത്തിലെ ഏത് ഭീകരനും അവന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവൃത്തികൾ അവൻ ന്യായീകരിക്കും. എന്ത് നിഷ്ഠൂര പ്രവൃത്തി ചെയ്താലും, എത്രത്തോളം ഫലസ്തീനികളെ, മില്യൺ കണക്കിന് ഫലസ്തീനികളെ വെടിവെച്ചും ബോംബ് ചെയ്തും മിസൈൽ അയച്ചും കൊന്നു കുഴിച്ചു മൂടിയിട്ടും ഇവന്റെ പ്രതികാര ദാഹം തീരുന്നില്ലല്ലോ. കൊച്ചു കുട്ടികളാ, സ്ത്രീകളാ, നിരായുധരായ പിഞ്ചു കുട്ടികള് വളരരുത്, വളർന്ന് ഫലസ്തീനികൾ ആകരുത്, അതായത് അങ്ങനെ ഫലസ്തീനെ ഇല്ലാതാക്കാം എന്ന് കണക്കാക്കുന്നു. നിന്റെ എല്ലാം മനസ്സ് എത്രമാത്രം നിഷ്ഠൂരമാണ്. ഷാഹിസ്കരെ, നീ ഒരു മനുഷ്യനാണ്, നീ മനുഷ്യനാണ്. അതായത് 1200 യഹൂദന്മാരെ, സ്ത്രീകളെ ആയാലും കുട്ടികളായാലും അല്ലാത്തവരായാലും ഫലസ്തീനികൾ കൊന്നു. അതാണ് ഇവിടുത്തെ വിഷയം. 1200 പേരെ കൊന്നതാണോ, മില്യൺ കണക്കിന് ഫലസ്തീനികളെ കൊന്നതാണോ വിഷയം? അപ്പൊ അവർക്കൊന്നും ചെയ്യണ്ടേ? പിന്നെ പറയുന്നു ഫലസ്തീനില്ല, ഹമാസിനെ നിരായുധീകരിക്കണം, ഹമാസ് ഭീകരന്മാരാണ്. എന്ത് ഭീകര പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്? അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നതാണ് ഭീകര പ്രവൃത്തി. അവർ ഏതറ്റം വരെ എന്ന് ഹമാസ് ഉണ്ടായി, എന്തുകൊണ്ട് പിന്നെ ഭീകരത ഉണ്ടാവുന്നു, എന്തുകൊണ്ട് തീവ്രവാദം ഉണ്ടാകുന്നു? ഷാഹിസ്കറിയ, നീ മനുഷ്യനാണെങ്കിൽ മനസ്സിൽ കൈവച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ലോകത്ത് തീവ്രവാദം ഉണ്ടാകുന്നത്? ഏത് തരത്തിലും ആളുകളെ അടിച്ചമർത്തുക, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, അവരെ കൂട്ടക്കൊല ചെയ്യുക, അങ്ങനെയാണ് തീവ്രവാദം വളരുന്നത്. ലോകത്ത് എവിടെ എടുത്തു നോക്ക്, ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുക ഷാഹിസ്കറിയ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഒരു സമൂഹത്തിന് ഇവിടെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. ആരാണ് ചെയ്തത്? ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ മുസ്ലിമാ? ഹിറ്റ്ലർ പക്ക ക്രിസ്ത്യാനിയല്ലേ? 1ാം ക്ലാസ് ക്രിസ്ത്യാനിയല്ലേ? ഹിറ്റ്ലർ അല്ലേ പിന്നെ ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത്? അതിന് മുസ്ലിങ്ങളെ മണ്ടയ്ക്ക് കുതിര കയറണോ? നീ എന്താ അത് പറയാത്തത്? എന്ത് ഹിറ്റ്ലർ ക്രിസ്ത്യാനിയാണെന്നും ക്രിസ്ത്യാനികളാണ് യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളതെന്ന് പറയുക. അതിനുള്ള തന്റെ ഇടം നിനക്കൊണ്ടാ? നീ സത്യം പറ. ഈ ലോകത്തിന്റെ മുമ്പിൽ സത്യം പറയാൻ നിനക്കൊരു ഇത് കടമയില്ലേ? നീ ഈ ചാനൽ നടത്തുന്നതിന് നീ ഭീകരത വളർത്താനാ? ഭീകരൻ ആരാണ്? എന്താണ് ഭീകരത? വാട്ട് ഈസ് ടെററിസം? നീ മനുഷ്യനാണെങ്കിൽ ചിന്തിച്ച് അതിന് മറുപടി പറ. ടെററിസം എന്താണ്? ജനങ്ങളെ ഭയവിഹ്വലരാക്കുക. ഗവൺമെന്റാണ് ജനങ്ങളെ ഭയവിഹ്വലര, അതായത് ഇസ്രയേലി ഗവൺമെന്റ് ആണ്. ഇസ്രയേൽ നീ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് 48-ലാണ് ഉണ്ടായത്. 48-ന് മുമ്പിൽ ഇസ്രയേൽ ഇല്ലല്ലോ. പിന്നെ ജെറുസലേമിന്റെ കാര്യം, ജെറുസലേം ഉണ്ടാവുമ്പോ യഹൂദന്മാരില്ലല്ലോ. നീ അത് മനസ്സിലാക്കാത്തത്, നീ ചരിത്രം പഠിക്കാത്തത്. പിന്നെ ഷാഹിസ്കറിയ, നീ കള്ളം കുറെ നാളിങ്ങനെ തുടർച്ചയായിട്ട് കള്ളം പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് സത്യമാവുന്ന? അതൊന്നും സത്യമാവില്ല. ചരിത്രമായ നിലകൊള്ളും. ചരിത്രത്തിന് തിരുത്താൻ നിനക്ക് കഴിയില്ല. നീ അത് മനസ്സിലാക്ക്. നീ ഒരു മനുഷ്യനല്ല. നിന്നെ ഞാൻ ഇതുവരെ നീ ഒരു ദൈവവിശ്വാസിയാണെന്നും സത്യക്രിസ്ത്യാനിയാണെന്നും ധരിച്ചിരുന്നു. നീ മനുഷ്യനുമല്ല, നീ സത്യക്രിസ്ത്യാനിയുമല്ല. നീ യഹൂദന് പിറന്നതാണ്. നീ യഹൂദനാണ്, 1ാം ക്ലാസ് യഹൂദനാണ്. യഹൂദന് മാത്രമേ നിന്നെ പോലെ സംസാരിക്കാൻ കഴിയുള്ളൂ. മാതൃഭൂമിയും കേരളത്തിലുള്ള ബാക്കിയുള്ള പത്രങ്ങളും എല്ലാം നെതന്യാഹുവിന്റെ പ്രസ്താവനകളെ വിട്ടുകളഞ്ഞിട്ട് കൂവി വിളിച്ചതിനെ അനുകൂലിച്ചെന്ന്. എന്തുകൊണ്ട്? കേരളത്തിലെ ജനങ്ങള്, കേരളത്തിലെ കൂടുതൽ കേരളത്തിലെ മാത്രമല്ല ലോകത്തിലുള്ള ജനങ്ങൾ മൊത്തം, അമേരിക്കക്കാർ വരാ, എന്തിന് യഹൂദന്മാര് വരാ ഈ നെതന്യാഹുവിന്റെ ഭീകരതയ്ക്ക് എതിരാണ്. നീ അത് മനസ്സിലാക്കാത്തത്. നീ ലോകത്ത് ബാക്കിയുള്ള രാജ്യങ്ങളുടെ സംഭവങ്ങൾ നീ എടുത്തു നോക്ക്. അമേരിക്കയിൽ എത്രയോ പ്രകടനങ്ങളും, പിന്നെ ലണ്ടനിൽ എത്രയോ പ്രകടനങ്ങളും, പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്രയോ അവിടെയുള്ള ഭരണാധികാരികൾ ഈ ഇസ്രയേൽ ചെയ്യുന്ന വംശഹത്യയാണെന്ന് പറയുന്നത്. നിനക്കെന്നും നേരം വെളുത്തിട്ടില്ലേ? നീ എന്താണ് പിന്നെ ഷാഹിസ്കറിയ? നിനക്ക് ഇവിടെ കുറെ സംഘികള്, ഇവിടെയുള്ള അതായത് ഇന്ത്യയിലുള്ള സംഘികളും സാജനും യഹൂദന്മാരും മാത്രമാണ്. യഹൂദന്മാരിൽ ഒരു വിഭാഗം, അത് ലോകത്ത് മനുഷ്യരായിട്ടുള്ള യഹൂദന്മാരൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പൊ അവര് മാത്രമാണ് ഈ നെതന്യാഹുവിനെയും അവന്റെ ഭരണകൂടത്തിനെയും പിന്നെ അനുകൂലിക്കുന്നത്. നീയൊന്നും മനുഷ്യന്മാരല്ല. നീയൊക്കെ മൃഗത്തിനും അറപ്പുളാക്കുന്നവൻ. മൃഗങ്ങൾ വരെ സ്വന്തം സഹോദരങ്ങളെ സംരക്ഷിക്കും, മക്കളെ സംരക്ഷിക്കും. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം സഹോദരങ്ങളല്ലേ? ആദമിന്റെ സന്തതികളല്ലേ മനുഷ്യരെല്ലാം? ഈ യഹൂദം പ്രത്യേകമായി ഉണ്ടായതാ?
ഷായസ്കറിയ നീ പ്രത്യേകമായി ഉണ്ടായ, ക്രിസ്ത്യാനി പ്രത്യേകമായി ഉണ്ടായ അല്ലെന്നുമല്ല. നീ മനസ്സിലാക്കുക, നീ ഒരു സത്യവിശ്വാസിയാണെന്ന് പറയാം. നീ അത് സത്യവിശ്വാസിയല്ല, നീ ഒരു മനുഷ്യനും അല്ല. അതായത് ആദമിന്റെ സന്തതികളാണ് ഈ മനുഷ്യവർഗം മൊത്തത്തില്. നീ അത് മനസ്സിലാക്കാത്തത്. അതേ നീ ഡാർവിൻ സീതയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയാണ്. നീ ക്രിസ്ത്യാനിയാണോ യഹൂദനാണോ എന്ന് നിനക്കേ അറിയാവുള്ളൂ. നീ ആട്ടിൽ തോലിട്ട ചെന്നായിയാണ്. നീ രക്തം കുടിക്കുന്നവനാണ്. നീ രക്തം കുടിക്കുന്നവന് സപ്പോർട്ട് ചെയ്യുന്ന നീ പിന്നെ ആരാണ്? നീ സ്വയം വ്യക്തമാക്കുക, നീ ആരാണെന്ന് വ്യക്തമാക്കുക. അപ്പൊ നിരപരാധികളായ പാലസ്തീനികളെ 75 വർഷമായി കൂട്ടക്കൊല ചെയ്യുന്നതിനെ നീ കാണുന്നില്ല? 48 UN പ്രമേയം പാസാക്കി. അതുകൊണ്ട് പലസ്തീനും ഇസ്രായേൽ എന്ന് പറയുന്ന 2 രാഷ്ട്രം ഉണ്ടാക്കി. അന്ന് അറബികൾ അംഗീകരിച്ചില്ല, മുസ്ലിങ്ങൾ അംഗീകരിച്ചില്ല. സത്യമാണ്. ഇല്ലാതിരുന്ന ഒരു രാജ്യം ഉണ്ടാക്കി എടുത്ത് അതിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുമായിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അത് പറഞ്ഞിട്ട് അന്ന് ഹാമാസ് ഉണ്ടായിരുന്ന 48. അപ്പൊ നീ എന്താണ് അർത്ഥമാക്കുന്നത്? നീ എന്താണ്? നീ കള്ളം പറഞ്ഞ് ജനങ്ങളെ നീ വിഡ്ഢികളാക്ക്. ചരിത്രം എടുത്ത് പരിശോധിക്കാൻ എല്ലാവർക്കും കഴിയില്ല. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതിയല്ലോ. ഇന്ന് നീ പിന്നെ നിന്റെ ചാനൽ അന്വേഷിച്ച് നടക്കണ്ട, അല്ലെങ്കിൽ പിന്നെ ഒരു അധ്യാപകനെ പണ്ഡിതനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ മതി. 48 ഇന്ന് വരെയുള്ള ചരിത്രം എത്ര ലക്ഷക്കണക്കിന്, എത്ര മില്യൺ കണക്കിന് പലസ്തീനികളെ യഹൂദന്മാർ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നീ മനുഷ്യനാ? മുസ്ലിം ആവുകയൊന്നും വേണ്ട. നീ ഇന്ത്യയിലുള്ള നല്ല മതേതരവാദികളെ ഹിന്ദുക്കളേട്, ക്രിസ്ത്യാനികളേട്, അവരൊക്കെ എന്തുകൊണ്ടാണ് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവർ മനുഷ്യരായതുകൊണ്ടാണ്. നിനക്ക് അറിഞ്ഞൂടെ ഷാൻസ്കറിയ? പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ കാര്യം. സൗത്ത് ആഫ്രിക്കയിൽ എത്രയോ വർഷം ഈ വെള്ളക്കാരായ ക്രിസ്ത്യാനികൾ, അങ്ങനെ തന്നെ പറയണം, വെള്ളക്കാരായ ക്രിസ്ത്യാനികൾ, കറുത്തരായ ക്രിസ്ത്യാനികൾ എത്രയോ കൂട്ടക്കൊല ചെയ്ത്, എത്രയോ കൊന്നു തള്ളി. ഇന്ത്യയില് പിന്നെ വെള്ളക്കാരെന്ന് പറയണ്ട, ഇംഗ്ലീഷുകാർ, അവര് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയല്ല, ക്രിസ്ത്യാനികൾ വളരെ അപൂർവമായിട്ട് 1-2 മതേതരവാദികളുണ്ടെങ്കിലുണ്ട്. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്ത്. നിനക്കറിഞ്ഞൂടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, വാഗൻ ട്രാജഡി നിനക്കറിഞ്ഞൂടെ? ഇതൊക്കെ ഇംഗ്ലീഷുകാർ ചെയ്തതല്ലേ, ക്രിസ്ത്യാനികൾ ചെയ്തതല്ലേ? അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലണ്ട് പോലും അത് ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുകയല്ല, ചെയ്ത തെറ്റിനെ എങ്ങനെ നമ്മൾ ഇല്ലാതാക്കാൻ കഴിയും, അതിന് നമ്മൾ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയും, അത് ചിന്തിക്കണം. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ സത്യം മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്യണം. അതായത് ദൈവത്തോട് പ്രായശ്ചിത്തം ചെയ്താൽ തന്നെ ഏത് തെറ്റുകളും കുറ്റങ്ങളും പുറത്തു കൊടുക്കും. ഷാൻസ്കറിയ, നീ മനസ്സിലാക്കാനുള്ളത്, ക്രിസ്ത്യാനിക്കും യഹൂദനും ഹിന്ദുവിനും മുസ്ലിമിനും ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും ഒന്നും സിഖുകാർക്കും ഒന്നും പ്രത്യേക ദൈവങ്ങളില്ല. നീ അത് മനസ്സിലാക്കുക. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം ഇവിടെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇല്ലാത്ത കൊലപാതകങ്ങളും പ്രശ്നങ്ങളും തമ്മിൽ അടിയും പിടിയും ഒക്കെ നടക്കുമായിരുന്നു. നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? നീ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കിടക്കുന്ന സമയത്ത് നീ ചിന്തിക്കണം. നീ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട, നിനക്ക് ഇങ്ങനെ വൃത്തികെട്ട മനസ്സുള്ളവന് മാത്രമേ ഇതിനെ ന്യായീകരിക്കാൻ കഴിയുള്ളൂ. ഈ നെതന്യാഹുവിനെ ന്യായീകരിച്ച നീയും ഇവിടെയുള്ള സംഘപരിവാറുകാർ മാത്രമാണ്. അവന്മാർക്ക് നേരം വെളുത്തിട്ടില്ല ഇതൊന്നും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ക്രിസ്ത്യാനികളും പിന്നെ യഹൂദന്മാരും സഹോദര മതങ്ങളാണ്. അപ്പൊ മുസ്ലിങ്ങളാ? ഷായസ്കരെ, നിനക്കറിഞ്ഞൂടെ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. ഇഞ്ചീൽ എന്ന് പറയുന്ന ബൈബിൾ, തൗറാത്ത് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പിന്നെ ഗ്രന്ഥം. ആ ഗ്രന്ഥം കിട്ടപ്പെടുന്ന യഹൂദ മതമോ യഹൂദന്മാരോ ഇല്ല. അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. നീ അത് മനസ്സിലാക്കാത്തത്. മോസസ് എന്ന് പറയുന്ന മുസ്ലിം ആയിരുന്നു. ഈസ മുസ്ലിമാണ്. ഈസാക്ക് ശേഷമാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. അത് നീ മനസ്സിലാക്കാത്തത്. അതിനെ നീ ചരിത്രം പറയണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലായിട്ട് വിശ്വസിക്കാം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞ ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്. ദൈവത്തിനെ ദൈവത്തിനെ അനുസരിക്കുന്നവൻ, ദൈവം അതായത് മുസ്ലിങ്ങള് പിന്നെ അള്ളാഹു എന്ന് പറയുന്നു, ഹിന്ദുക്കള് ദൈവം എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യാനികള് യഹോവ എന്ന കർത്താവ് എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ മതങ്ങളും ഓരോ പദമിട്ട്, ഓരോ പേരിട്ട് ദൈവത്തിനെ വിളിക്കുന്നു. അത്രയേ ഉള്ളു കാര്യം. ദൈവത്തിനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, പ്രവാചകന്മാരെ അനുസരിക്കുന്നവൻ എല്ലാവരും മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുസരിക്കുന്നവൻ. അപ്പൊ ആരെ അനുസരിക്കുന്നു എന്നാണ്? ദൈവത്തെ അനുസരിക്കുന്നവൻ, പ്രവാചകന്മാരെ അനുസരിക്കുന്നവൻ, അവനാണ് മുസ്ലിം. അതായത് അവൻ അനുസരണയുള്ളവനാണ്. ആരെ? ദൈവത്തെ അനുസരിക്കുന്നവനാണ്. അതേ ഉള്ളൂ. അല്ല ഈ സംഖ്യകൾ കിടന്ന് കൂവുന്ന പോലെ, നീ കൂവുന്ന പോലെ ഒന്നും അല്ല കാര്യം. അർത്ഥം മനസ്സിലാക്കി, നീ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കുക. അത് നീ പഠിക്കണം, ചരിത്രം പഠിക്കണം. നീ ചരിത്രം പഠിക്കാതെ എന്തെങ്കിലും വിഡ്ഢിത്തരം വരുന്ന ചാനലിന്റെ മുമ്പിൽ എഴുന്നല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ.
ദൈവത്തെ അനുസരിക്കുന്നവൻ, പ്രവാചകനെ അനുസരിക്കുന്നവൻ, ദൈവത്തിന്റെ നിബന്ധനകളെ അംഗീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുന്നവൻ, അതാണ് മുസ്ലിം. അപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഹലാലിന്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും അതും ഇതും ഒക്കെ ഈ സംഘിക്കുട്ടന്മാർ ഉണ്ടാക്കുന്നുണ്ട്. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവദനീയമാക്കപ്പെട്ടതെന്നാണ്. അപ്പൊ ഹലാൽ ഭക്ഷണം, ഹലാൽ ചിക്കൻ, ഹലാൽ മട്ടൺ, ഹലാൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ഭക്ഷണം, അനുവദിക്കപ്പെട്ട മാംസം. എന്താണ് അനുവദിക്കപ്പെട്ടത്? അത് നീ ചിന്തിച്ച് നീ ഈ ചാനലിൽ വന്നിരുന്ന് പിന്നെ നീ വിളമ്പി കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് പിന്നെ ആനുകൂല്യങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഒരുപാട് സ്നേഹം കിട്ടും നിനക്ക്. മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും. സത്യം പറയണം, അനുവദനീയമാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് ചത്ത മൃഗമാവരുത്, ഉപയോഗശൂന്യമായ മാംസമാകരുത്. ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ, ഹലാൽ മട്ടൺ എന്ന് പറഞ്ഞാൽ, ഹലാൽ മാംസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോ മോഷ്ടിക്കപ്പെട്ടതായിരിക്കരുത്. അതായത് ചത്തതാവരുത്, മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്തതാവരുത്, പിന്നെ മോഷ്ടിക്കപ്പെട്ടതാവരുത്, അവൻ വില കൊടുത്ത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സൗജന്യമായിട്ട് കൊടുത്ത് അങ്ങനെയുള്ള ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം. നിനക്കത് അറിയാമോ? അറിഞ്ഞുകൂടെങ്കിൽ നീ ഇനിയെങ്കിലും അത് പഠിച്ചു വെച്ചോ. നിനക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നീ നല്ല മുസ്ലിം സുഹൃത്തുക്കളുമായിട്ട് നീ ബന്ധപ്പെട്ടിട്ടില്ല. യഥാർത്ഥ ദൈവഭയമുള്ള മുസ്ലിങ്ങളുമായിട്ട് നീ ബന്ധപ്പെടണം. ദൈവഭയമുള്ള, നിനക്ക് അറിയാം ഇന്ന ആള് ശരിയാണ്, അയാൾ ദൈവഭയമുള്ള നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നീ ബന്ധപ്പെട്ട് നീ അവരുമായിട്ട് സ്നേഹബന്ധം പിന്നെ സ്ഥാപിച്ച്. കാര്യം നീ ആയിട്ട് സ്ഥാപിക്കാൻ വരില്ല, കാരണം നീ തികഞ്ഞ സംഖ്യയാണെന്ന് എല്ലാവർക്കും. യഹൂദന് അനുകൂലിക്കുന്നവനും സംഖ്യയും എന്ന് പറഞ്ഞാൽ പിന്നെ അവന് മനുഷ്യന് വെറുക്കപ്പെട്ടവരാണ്. ഞാൻ പറയണം, വെറുപ്പും വിദ്വേഷവും കൊണ്ട് ഈ പിന്നെ നമ്മുടെ കേരള അന്തരീക്ഷം നീ മലീമസമാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് ഇനി വിശദീകരിക്കുന്നില്ല. കൂടുതൽ വിശദീകരിച്ച് നിന്നെ ഇനി ഞാൻ പഠിപ്പിക്കാനൊന്നും നോക്കില്ല. അതായത് തന്തയും തള്ളയും മക്കളെ മനുഷ്യര് ആദ്യം സത്യമേത്, ധർമ്മം എന്ത്, നീതി ഏത്, മനുഷ്യരോട് അനുകമ്പ വേണോ, ദയ വേണോ, മനുഷ്യരോട് സഹാനുഭൂതി വേണോ, ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നത്. നിനക്കിത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു അല്പമെങ്കിലും സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, ദയയുടെ അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കില്ല. കൊഞ്ചു കുട്ടികളെ കൊന്നു കൂട്ടുമ്പോ കയ്യും കാലുമില്ലാതെ നടക്കുന്ന ആൾക്കാർ, നീ മനുഷ്യനാ? കയ്യും കാലുമില്ല, കണ്ണില്ല, കൊച്ചു കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, ഗർഭിണികളായ സ്ത്രീകളെ എവിടെ വെച്ച് കൊല്ലുന്നു, ബോംബ് ചെയ്ത് കൊല്ലുന്നു. നീ മനുഷ്യനാ? അങ്ങനെയുള്ള ഒരു ഭീകരനെ ന്യായീകരിക്കുന്ന നീ ആരാണ്? നിന്നെയൊക്കെ എനിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ ആദ്യം നിന്നെ ഞാൻ തൂക്കിക്കൊല്ലും. നിന്നെ നെതന്യാഹുവിനെ ഞാൻ പിടിച്ച് ആദ്യമായിട്ട് തൂക്കിക്കൊല്ലും. ജനങ്ങൾക്കൊരു മാതൃകയാകണം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിന്റെ അടുത്ത് വിദ്വേഷമൊന്നുമില്ല, പക്ഷെ പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരുപാട് സമയങ്ങളുണ്ട്. പിന്നെ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് അങ്ങനെ മറുപടി പറഞ്ഞു എന്നല്ല. നീ ആ നെതന്യാഹുവിനെ നീ ന്യായീകരിക്കുന്നില്ലേ? മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ന്യായീകരിക്കുന്നില്ല. നീ കാണുന്ന ഈ ലോകത്തിലുള്ള 85% ജനങ്ങൾ നെതന്യാഹുവിനെതിരാണ്. നീ അത് മനസ്സിലാക്കാത്തത്? നീ ഇങ്ങനെ വിട്ടിട്ട് വിളമ്പരുത്. കാരണം നിനക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ചാനലൊക്കെ നടത്തി. നീ ഒന്നും ഇല്ലാതിരുന്ന കാലം കൂടെ നീ ചിന്തിക്കണം. നിനക്ക് ഇപ്പൊ കുറച്ച് പൈസയും അതും ഇതുമൊക്കെ ഉണ്ട്. നിന്നെ പിന്താങ്ങാനും തുണയ്ക്കാനും കുറെ BJPകളും പിന്നെ സംഘപരിവാർ ശക്തികളും മോഡിജിമാരും പിന്നെ വിശ്വഗുരുക്കളൊക്കെ ഉണ്ട്. അപ്പൊ നിനക്ക് എന്തു ആവാന്ന് ധരിക്കരുത്. അതായത് മനുഷ്യന് വരുന്ന ഒരു രോഗത്തിന് പോലും നിന്റെ ഈ ഉണ്ടാക്കി വെച്ചതൊന്നും തികയില്ല. എങ്ങനെ മരണമെന്ന് പടച്ച തമ്പുരാൻ നിന്നെയും എന്നെയും സൃഷ്ടിച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചേ മനുഷ്യൻ മരിക്കുള്ളൂ. അത് നീ കണക്കാക്കി മനുഷ്യ സമൂഹത്തില് സന്തോഷം, ദയ, വെറുപ്പില്ലായ്മ, അവര് തമ്മിൽ സഹകരിച്ച് സന്തോഷമായിട്ട്, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, സൗഷ്യമായി സന്തോഷമായിട്ട് സഹകരിച്ച് ജനങ്ങൾ ജീവിക്കട്ടെ. നിനക്കെന്താണ്? അതുകൊണ്ട് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ട്. നമ്മൾ മുഖാന്തരം ആരെങ്കിലും തമ്മിൽ സുൽഹ് എന്നാണ് അറബിൽ പറയുന്നത്. അതായത് സൗഹൃദം പങ്കിട്ടാൽ, വെറുപ്പില്ലാതാക്കി അവരെ തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം വളരെ വലുതാണ്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, ആദർശശാലികളായ, ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഈ നമ്മുടെ കേരളത്തിലെങ്കിലും ഉണ്ടായി ഈ സംഘപരിവാറുകാരെ പിന്നെ ബാക്കി ഈ ഇങ്ങനെ വൃത്തികെട്ട മനസ്സുള്ളവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷവും പിന്നെ സഹകരണവും, മനുഷ്യര് തമ്മില് നല്ല പിന്നെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞു ഞാൻ മടുത്തിരിക്കുകയാണ്. അതായത് മനുഷ്യര് തമ്മിൽ സഹകരിച്ച്
സന്തോഷമായിട്ട് ജാതിയും ഇതയും ഇല്ലാതെ, ജാതിയും മതവും ഏതായാലും ശരി, ഏത് മതമായാലും ഏത് രാഷ്ട്രീയക്കാരെ പോലെ തന്നെ അതുപോലെ പോട്ടെ, അവർക്ക് അവരുടേതായ മതങ്ങൾ വിശ്വസിക്കാം, അവരുടേതായ മതങ്ങൾ പ്രചരിപ്പിക്കാം, അവരുടേതായ രാഷ്ട്രീയ പ്രമാണങ്ങളിൽ വിശ്വസിക്കുക, അതനുസരിച്ച് ജീവിക്കട്ടെ. മനുഷ്യൻ സന്തോഷമായിട്ട് സഹകരിച്ച് കഴിയട്ടെ. നമ്മൾ അങ്ങനെയുള്ള കൂട്ടുകളും കീട്ടുകളും ഒന്നും ഉണ്ടാക്കാതെ മനുഷ്യർ തമ്മിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവരും കൂട്ടായി പ്രയത്നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുപ്പും വിദ്വേഷവും നിങ്ങൾ കളയണം. ഓക്കെ, ജയ് ഭാരത്, ജയ് ഹിന്ദ്.